തോടിൻ്റെ കരയിലെത്തി. അപ്പം നമ്മൾ ചൂണ്ടയൊക്കെ റെഡിയാക്കുവാണ് കേട്ടോ. അപ്പം ചേട്ടായിയുടെ സ്കൂളിലത്തെ സാറോട് കൂടി പല പല തോട്ടിൽ കൂടെ പോയി മീൻ പിടിച്ച എക്സ്പീരിയൻസ് വെച്ചാണ് നമ്മൾ നാട്ടിൽ മീൻ പിടിക്കാൻ വന്നേക്കണം. കഴിഞ്ഞ ദിവസം പിടിച്ചപ്പോൾ കുറച്ച് കിട്ടി കേട്ടോ. അപ്പോൾ അത് വെച്ചുകൊണ്ടാണ് വന്ന് എന്നാ കിട്ടുമോയെന്നൊന്നും അറിയത്തില്ല. അപ്പം അനിയത്തിൻ്റെ കുട്ടിയാണ് കഴിഞ്ഞ ആഴ്ച വന്നത്. അപ്പം ഇന്നിപ്പം എനിക്ക് ഊഴം കിട്ടിയേ, എന്നെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് വന്ന കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചുമ്മാ നോക്കാനായിട്ട് ചൂണ്ടയിൽ മണ്ണിരനെ കൊളുത്തുവാണേ. ഇടാൻ വേണ്ടി പോവാണ് കേട്ടോ. എന്നോട് വേണമെന്നൊക്കെ ചോദിക്കുവാണ് ഐശ്വര്യമായിട്ട്. അങ്ങോട്ട് ഇടരുന്നൊക്കെ നിർദ്ദേശങ്ങളൊക്കെ തരുവാണേ. കേട്ടോട്ടെ, ഞാൻ മുറുക്കെ പിടിച്ചു. അവർ കൊത്തുമ്പോൾ വലിക്കുമെന്ന് എന്നോട് പറഞ്ഞേക്കുന്നത്. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് നീന്താൻ അറിയത്തില്ലാത്തവരാണ് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും. ഫോൺ വെള്ളത്തിലൊക്കെ പോരുന്നെങ്കിൽ കർശനമായ നിർദ്ദേശങ്ങളൊക്കെ എൻ്റെ കുഞ്ഞാങ്ങളെ തരുവാണ്. ഒന്നാമത് തെന്നിത്തെറിച്ചാണ് കിടക്കുന്നത്. ഇത് കണ്ടോ, ഇവിടെയൊക്കെ ആൾക്കാർ നടക്കുന്ന വഴിച്ചാലൊക്കെയാണ് കേട്ടോ. ഏതാണ്ട് വലിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഇതിൽ. വലിക്കുന്നുണ്ട്. ഏതാണ്ട് വലിക്കുന്നൊക്കെ ഉണ്ടേ. അപ്പം ഞാൻ ആങ്ങളേക്ക് കൊടുക്കട്ടെ കേട്ടോ. അപ്പം അവിടെ എന്തോ കൊത്തിയോ? കൊത്തിയില്ല. വലിക്കുമ്പോൾ എന്നെ പതുക്കെ ഒന്ന് പിടിച്ച് അങ്ങോട്ട് വലിച്ചായിരുന്നു. അപ്പം എനിക്ക് അവിടെ തന്നെ ഇട്ടോളാൻ പറയുവാണേ. ഞാൻ നോക്കട്ടെ. എന്തിനും പിടിച്ചോണ്ട് ചെല്ലാവുള്ളൂന്ന്. ഡ്രസ്സിൽ ഗിളും വെച്ച് വെള്ളം ഒഴുകുന്നേ. ഇങ്ങനെ ഇവിടെ ഇവിടെയൊക്കെ വരുമ്പോൾ ഈ തോടിന് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. ഒന്നും കുത്തുന്നില്ല. കരികിലൊക്കെ അതേ പോകുന്നുണ്ട് വെള്ളത്തിൽ കൂടെ. ഞാനിട്ടപ്പോൾ ചൂണ്ട കുടുങ്ങി ഗൈസ്. ഞാൻ അത് എടുക്കണേനെ പാട്. ഞങ്ങൾക്കൊന്നും ചപ്പും ചവറിനകത്ത് അരികെ ചേർത്ത് ഇടണ്ട. അത് ശരിയാ. ഒത്തിരി ഇറങ്ങണ്ട. ഒന്നാമത് എനിക്ക് നീന്തലും അറിയത്തില്ല. നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാനും പേടി. കാരണം ഇങ്ങനെ കേട്ടോ ചെയ്യുള്ളൂ. കിട്ടി കുടുങ്ങിയതല്ലായിരുന്നു, കിട്ടിയതായിരുന്നു. കിട്ടി. ഞങ്ങൾ ഓർത്ത് ചൂണ്ടക്കുളത്ത് കൊടുങ്ങിയിട്ട് ഞങ്ങൾ എങ്ങനെ എടുക്കുമെന്നൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുവായിരുന്നേ. കിട്ടി സ്റ്റൊക്കെ. അപ്പം എനിക്ക് കിട്ടി കേട്ടോ. അപ്പോൾ നമുക്കിന്ന് വറക്കാനുള്ളൊരു കുഞ്ഞു മീനായി. എന്നതാ? തളമ്പനാട്ടോ, തളമ്പൻ. പറയണ വീഡിയോ പോസ്റ്റ് ചെയ്യില്ലെന്നൊക്കെ പറഞ്ഞു നോക്കി വീഡിയോയിലായി. കൂട്ടിലാക്കുവാണ് കേട്ടോ. നമ്മൾ ഈ ആലപ്പുഴയിലൊക്കെ ഉള്ള കുട്ടികളുടെയൊക്കെ വീഡിയോ കാണുമ്പോഴേ നമ്മൾ ഓർക്കും കേട്ടോ, നമുക്കും ഇതുപോലെ ഒരു തോടൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് കൂടെ ഇങ്ങനെയൊക്കെ ഓരോന്ന് ഇങ്ങനെ, അതായത് കായലൊക്കെ നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ഉണ്ടായിരുന്നു, നമ്മളിങ്ങനെ മീൻ പിടിക്കാമെന്നൊക്കെ പറയില്ലേ. പക്ഷെ നമുക്ക് നമ്മുടെ ഇവിടെ നല്ല തോടൊക്കെ ഉണ്ടല്ലോ, നമുക്കൊന്ന് യൂസ് ചെയ്യാമല്ലോ. അതോർത്തോടെ ഞങ്ങൾ ചുമ്മാ വന്നാണേ. ആ മീനാണെങ്കിൽ വലിച്ചിട്ട് പൊത്തിൻ്റെ ഉള്ളിൽ കയറിപ്പോയതുകൊണ്ടാണ് നമുക്ക് ചൂണ്ടെടുക്കാൻ പറ്റാതായത്. ഇനി അടുത്തത് മണ്ണിര കോർത്തിടാവേ. 2 മീനൊക്കെ ആയിട്ട് ചെന്നാൽ ജോഷുവിന് ലിയോ അച്ഛനൊക്കെ ഇഷ്ടപ്പെടുള്ളൂ. അവരെ പറ്റിച്ചിട്ട് പോന്നതാണ്. അവർ പോരാന്നൊക്കെ പറഞ്ഞാണ് ജോഷുവിനെ. പക്ഷെ ഈ അടഞ്ഞ മഴയൊക്കെ അല്ലേ, കുഞ്ഞുങ്ങളെ അങ്ങനെ പുറത്ത് കൊണ്ടുവരാനായിട്ട് ഇപ്പോൾ ഈ കാലാവസ്ഥ ഇങ്ങനെ മാറിയിരിക്കുന്നുണ്ട്. ജലദോഷമൊക്കെ പിടിച്ചാലെന്ന് ഓർത്തുകൊണ്ട് നമ്മളവരെ കൊണ്ടുവരായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ജോഷു ഇവിടെ ആവേശത്തിൽ അങ്ങ് തിമിർത്തേനെ. വെള്ളത്തിലിറങ്ങണം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോ പരിപാടികളെ തുടങ്ങും. അതുകൊണ്ടാണ് അവരെ കൊണ്ടുവരാതിരുന്നത് കേട്ടോ. ഞങ്ങളുടെ പേര് ജോബിൻ എന്നാണ് കേട്ടോ.
വീണ്ടും ഞങ്ങൾ രണ്ടാമത്തെ മണ്ണിരേനെ കോർക്കുവാണ്. ഇങ്ങോട്ട് ഒളിച്ചു വയ്ക്കാതെ കാണിച്ചു കൊടുക്കുക കോർക്കുന്നത്. അത് ഈ ചൂണ്ട രണ്ടാമതും എനിക്ക് തരുവാണ്. ഐശ്വര്യമുള്ള കൈയാന്ന് തോന്നുന്നു. വീണ്ടും എനിക്ക് തന്നു. ഐശ്വര്യമുള്ള കൈയാന്ന് തോന്നിയിട്ടാന്ന് തോന്നുന്നു രണ്ടാമതും എനിക്ക് തന്നിട്ടുണ്ടേ. ഞങ്ങളതേ അടുത്ത ചൂണ്ട കോർക്കാൻ വേണ്ടി തുറക്കുവാണ്. അതും കുത്തിന്ന് തോന്നുന്നു കേട്ടോ. എന്താ പറയുന്നുണ്ടേ? ആ ഇതേ കൊന്നില്ലേ? ഉണ്ടോ? ഇല്ലംകൂരി കിട്ടിയാൽ നമുക്ക് അപ്പോൾ തന്നെ വേറെ ഒരു സ്പോട്ട് നോക്കണം എന്നാണ് പറയുന്നത്. അങ്ങോട്ടേക്ക് ഒത്തിരി പോകണ്ട. അല്ല അങ്ങോട്ടേക്ക് ഭയങ്കര വെള്ളം കുത്തി ഒഴുകുന്ന. ഇത് വെള്ളത്തിൽ കൂടെ വേറെ ഏതാണ്ടൊരു സാധനം സ്പീഡ് ബോട്ട് പോകണ പോലെ ഓപ്പോസിറ്റ് പോകുന്നുണ്ട് എന്തോ ഒരു പ്രാണി വായിച്ചോണ്ട്. പക്ഷെ നമ്മുടെ ക്യാമറയിൽ ഫോണിൻ്റെ ക്യാമറ ആയതുകൊണ്ട് പിടിക്കുമോയെന്ന് അറിയത്തില്ല. വീണ്ടും ഇതേ നമ്മുടെ തീറ്റ ഏതൊരു മീൻ കൊണ്ടുപോയി കേട്ടോ. പക്ഷെ നമ്മുടെ ചൂണ്ട കിട്ടിയില്ല. അപ്പോൾ നമ്മൾ വീണ്ടും ഇതേ ചൂണ്ട പൊക്കിയിട്ട് തീറ്റ വയ്ക്കാനുള്ള ശ്രമത്തിലാണേ. എനിക്ക് വീണ്ടും തീറ്റ വെച്ച് തരുവാണ്. എനിക്ക് ഭയങ്കര നല്ല വലിയ സ്റ്റിക്കൊക്കെ തന്നേക്കുന്ന കേട്ടോ എൻ്റെ കൊതി കാരണം എനിക്കിടാനായിട്ട്. എൻ്റെ കുഞ്ഞിലെയൊക്കെ ഇങ്ങനെ കാപ്പിയുടെ കമ്പ് അല്ലെങ്കിൽ പനയുടെയൊക്കെ കമ്പ് വെട്ടിക്കൊണ്ട് വന്നിട്ട് ഇങ്ങനെ ഇടുമായിരുന്നേ. പക്ഷെ എനിക്ക് അന്നൊന്നും കിട്ടിയിരുന്നില്ല. അപ്പം ജോബിൻ വർക്ക് ചെയ്യുന്ന സ്കൂളിലെ സാറ് ജോബിനും കൂടി ഇങ്ങനെ പല സ്ഥലത്തോടെ പോകുന്നുണ്ട്. ഇവർ ആലപ്പുഴ വരെ പോയി ചൂണ്ടിട്ട് അതുപോലെ പല തോട്ടുകളിൽ കൂടെയും പുഴകളിൽ കൂടെയൊക്കെ പോയി ഇടുന്നുണ്ടേ. അപ്പോൾ അവധി ദിവസങ്ങളിൽ അപ്പം സാറിന് ഒത്തിരി കിട്ടും. അത് കണ്ടിട്ടാണ് ജോബിനും കൂടി കൂടിയത്. അപ്പം സാറ് ഓരോ ട്രിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഇട്ടിട്ട് അങ്ങനെ കിട്ടിയതാണ്. അപ്പം നമ്മൾ പിന്നെ ഇന്നിപ്പോൾ സാറ് ഫ്രീ അല്ലെന്ന് തോന്നേ. അപ്പം ഇന്ന് പോകാൻ പറ്റില്ല ഞങ്ങളൊക്കെ കൂടുതൽ. അപ്പം എന്നെയും കൊണ്ടൊക്കെ പോകുന്നതാണേ. അപ്പം എൻ്റെ കൂടി കേട്ടിട്ടുണ്ട്. ഇല്ലേ അപ്പം വലിച്ചായിരുന്നല്ലോ. തീറ്റ എടുത്തോണ്ട് അവർ വീട്ടിൽ പോയി. അതിപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്ക് അതങ്ങൾ കൊണ്ടുപോകും. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം ഒന്ന് കൊടുക്കുന്ന ദിവസമാണ് മീനുകൾക്ക്. 2 തീറ്റ എൻ്റെ കയ്യിൽ കൊത്തിക്കൊണ്ടുപോയി. ഞാൻ നോക്കിക്കോളാം. നാടൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. നല്ല രസമല്ലേ കാണാനായിട്ട്. നല്ല തോട്, നല്ല രസമാണല്ലോ. അത് കണ്ട സൈറ്റൊക്കെ കണ്ടോ? പാടത്തിൻ്റെ അരികുകൾ, മലയിടുക്കുകൾ, തെങ്ങും തോപ്പുകൾ ഉണ്ടോ? അടിപൊളിയല്ലേ. അപ്പം ഇനി നമുക്ക് ബാക്കി മീനുകളൊക്കെ കിട്ടിയിട്ട് ഞങ്ങൾ ഒത്തിരി വീഡിയോ വലിച്ചു കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ കാണുമ്പോൾ ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി ഞങ്ങൾ വേറെ തോട്ടിലൊക്കെ പോകുന്ന വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിത് അവസാനം നമുക്ക് എത്ര മീൻ കിട്ടിയത് കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യുവാണേ.